ഫ്ലെക്സ് ബോർഡുകളിലുള്ള ഫുട്ബോൾ ആവേശം വേണ്ടെന്ന് വെച്ച ഒരു പ്രദേശം. ഇത്തവണത്തെ മാത്രം തീരുമാനമല്ല, കഴിഞ്ഞുപോയ ഒരു ലോകകപ്പ് സമയത്തും ഈ നാട്ടിൽ ഇവർ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ പണം സ്വരൂപിച്ച് ഫ്ലെക്സ് ബോർഡുകൾക്ക് പകരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തുക ഉപയോഗിക്കാറാണ് നാട്ടുകാർ. 53 മൈലിലെ ഹൈവേ ടേണിംഗ് ക്ലബ് അംഗങ്ങളുടെ പതിവാണ് ഇത്. ഇഷ്ട ടീമുകൾക്കായി ആരാധകർ മത്സരിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ നാട്ടിൽ ഒരു കൊടി പോലും സ്ഥാപിക്കാതെ ഫുട്ബോൾ ആവേശം നെഞ്ചിലേറ്റുന്നവരാണ് നാട്ടുകൽ 53 മൈലിലെ ഹൈവേ ടേണിംഗ് ക്ലബ് അംഗങ്ങൾ. നാട്ടിൽ ഫ്ലെക്സ് ബോർഡുകളില്ലെങ്കിൽ ലോകകപ്പിന്റെ ആവേശം ചോർന്നു പോകുമെന്ന് വിശ്വസിക്കുന്നവരോട് ഇവർക്ക് പറയാനുള്ളത് ഇങ്ങനെ: വലിയ തരത്തിലുള്ള ബോർഡ് വെക്കാതെ ചെറിയ തരത്തിലൊക്കെ അതിനെ ചെലവാക്കിയിട്ട് ബാക്കി വരുന്ന തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ അത് നന്നായിരിക്കും. നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് അത് ആശ്വാസകരമാവും. തുടർ പഠനത്തിന് നിവൃത്തിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ തരത്തിലുള്ള ചെലവ് വരുന്ന ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവും, ഒരിക്കലെങ്കിലും തോന്നിപ്പോവും, ഇതിൻ്റെ 4/1 തുക മതി ഞങ്ങളുടെ ഈ ആവശ്യം നിറവേറ്റാനെന്ന് ഏതെങ്കിലും ഒരാൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം. എല്ലാ ടീമുകളുടെ ആരാധകരും ഇവിടെയുണ്ട്. എല്ലാ കളിയും മുടങ്ങാതെ ഏത് സമയത്താണെങ്കിലും കാണാനും ആളുകൾ കൂടും. പക്ഷേ ഒരു കാലത്തും ഫ്ലെക്സ് വയ്ക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ആ തുക സാമൂഹ്യ സേവനങ്ങൾക്കായി ഉപയോഗിക്കാറാണ് പതിവ്. എല്ലാ ടീമുകളുടെയും ആളുകൾ ഒന്നിച്ച് പണം സ്വരൂപിച്ച് ഇത്തവണ മുതൽ ആ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഷാജഹാൻ നാട്ടുകൽ പറഞ്ഞു. ഇവിടെ ഫ്ലെക്സുകൾ വെക്കുന്നതിന് പകരം ദുരിതം അനുഭവിക്കുന്ന കുറച്ചാളുടെയെങ്കിലും, എല്ലാവർക്കും കഴിയില്ല, കുറച്ചാളുടെയെങ്കിലും ദുരിതം അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു തുക സ്വരൂപിച്ചിട്ട് ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലെക്സുകൾ വെക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന ആ തുക വല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൈമാറിയിട്ട് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇത് മാതൃകയാക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ കരുതുന്ന പോലെയല്ല. ഇടത്തരക്കാരൊക്കെ വീടുകളൊക്കെ കാണാനൊക്കെ ഉണ്ടാവും, പക്ഷേ പല വീടുകളുടെയും അകത്തളങ്ങളിൽ ഞാനൊരു ആരോഗ്യ പ്രവർത്തകൻ കൂടിയാണ്, അടുത്ത് ഇടപഴകുമ്പോൾ മനസ്സിലാവും പല വീടുകളിലും ദുരിതമനുഭവിക്കുന്ന പല ആളുകളും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഓക്സിജൻ എടുക്കുന്ന മെഷീന് ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യക്കാരൻ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. ഫ്ലെക്സ് ബോർഡിന് പകരം സാമൂഹ്യ സേവനമെന്ന ആശയം പുതുതലമുറയും പിന്തുടരുന്നുണ്ടെന്ന് MK നൌഷാദ് പറഞ്ഞു. എല്ലാവരും ഫുട്ബോൾ ആസ്വാദകരാണ്. ഞങ്ങൾക്കിതൊരു ആവേശമാണ്. കാലങ്ങളായിട്ട് തന്നെ ഈ 53-ൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സുകളോ കാര്യങ്ങളോ വരാറില്ല. അടുത്ത തലമുറ തന്നെ തുടർന്നും ഇത്തരത്തിൽ ഈ ഒരു ഫ്ലെക്സുകളോ കാര്യങ്ങളിലൊക്കെ അവരും വെക്കാതെ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെയും ഞങ്ങളോടൊപ്പം കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ അവരും തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിലയേറിയ ഫ്ലെക്സുകൾക്ക് അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണം ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകുമ്പോൾ അവിടെയാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഗോള് പിറക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് വരും കാലങ്ങളിൽ മറ്റുള്ളവരും ഇതൊരു മാതൃകയാകട്ടെ എന്നുള്ളതാണ്. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിൽ പേരുകേട്ട ക്ലബ്ബായിരുന്നു ഹൈവേ ടേൺ 53 മൈൽ. 1990കളിലെ കേരളത്തിലെ പ്രമുഖ കളിക്കാർ ഇവർക്കായി ബൂട്ടണിഞ്ഞിട്ടുമുണ്ട്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.